സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരി സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥൻ യേശുവേ യേശുക്രിസ്തു ഈ ലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്തിന് ജനിച്ചു, എന്തിന് വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടി. ആ ഉത്തരം ഞാനൊന്ന് വിളംബരം ചെയ്യാം. 1, ദൈവത്തെ വെളിപ്പെടുത്താൻ. 2, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല. ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. അവൻ മതത്തിന്റെ സ്ഥാപകനല്ല. ഞങ്ങൾ അവന്റെ അണികളും ആരാധകരും അവന്റെ മക്കളുമാണ്. അതുകൊണ്ട് ഞങ്ങൾ മതപരിവർത്തനം ചെയ്യത്തില്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പ്രസ്ഥാനം പടുത്തുയർത്താനല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് സമുദായം പടുത്തുയർത്താനല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് 1, ദൈവത്തെ വെളിപ്പെടുത്താൻ. 2, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനും ലോകത്തിൽ അവതരിച്ച ഏക രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ആണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ തലസ്ഥാന നഗരിയോട് മാത്രമല്ല, കേരളത്തോട് മാത്രമല്ല, മുഴു ലോകത്തോടും വിളിച്ചു പറയും, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ലോകത്തിൽ വന്നത് 1, ദൈവത്തെ വെളിപ്പെടുത്താൻ. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരു വാക്ക് പറയാം, ദൈവത്തെ വെളിപ്പെടുത്താൻ. ഏത് ദൈവത്തെ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സത്യദൈവത്തെ. ഉറക്കെ ഒന്ന് പറഞ്ഞേ, സത്യദൈവത്തെ. അതുകൊണ്ടാണ് പാലസ്തീനിൽ നിന്നുകൊണ്ട് മാറത്ത് നിർത്തി അഖിലകൂടി ജനവിഭാഗങ്ങളോടും ക്രിസ്തു പറഞ്ഞത്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് പ്രവേശനമില്ല. യേശു പ്രഖ്യാപിച്ച ഈ വിളംബരത്തിന്റെ ആശയം എന്നാ? ഈ വിളംബരത്തിന്റെ ആശയം, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തെ കാണണോ? വഴി യേശുവാകുന്ന ഞാനാ. എന്നിലൂടെയല്ലാതെ പിതാവിലേക്ക് പ്രവേശനമില്ല എന്നാ അതിന്റെ അർത്ഥം. ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണോ? വഴി യേശുവാകുന്ന ഞാനാ. ഇന്ന് രാത്രി ഈ ശബ്ദസീമയിലും ലൈവിലുമൊക്കെ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യമിത്രമേ, ദൈവത്തെ അറിയാൻ, ദൈവത്തെ കാണാൻ, ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി പ്രശ്നത്തിന് പരിഹാരം തരുന്ന, ജീവിതത്തിന് സമാധാനം തരുന്ന, പാപശാപത്തിന് മോക്ഷം തരുന്ന ഒരു സത്യദൈവത്തെ തേടി അവനിവിടെ പല കോണുകളിലും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും നിഷ്കളങ്കരായ സ്നേഹസമ്പന്നരായ സത്യാന്വേഷികൾ ഈ ശബ്ദസീമയിൽ നിങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിന്റെ പ്രശ്ന പരിഹാരത്തിന്, നിന്റെ പാപമോചനത്തിന്, നിന്റെ ശാപമോക്ഷത്തിന്, നിന്റെ സമാധാനത്തിന് അവനിവിടെ പല കോണുകളിലും നീ അന്വേഷിച്ച് നടക്കുന്ന ആ സത്യദൈവത്തെ ഇന്ന് രാത്രി തിരുവഴുത്തിൽ നിന്നും ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ സത്യദൈവം ഒരു മനുഷ്യനല്ല, ആ സത്യദൈവം ഒരു മൃഗമല്ല, ആ സത്യദൈവം ഒരു പറവയല്ല, ആ സത്യദൈവം ഒരു ജനജാതിയല്ല, ആ സത്യദൈവം ഒഴുകുന്ന ഒരു പുഴയല്ല, ആ സത്യദൈവം ഒരു കൂറ്റൻ വടവൃക്ഷമല്ല, ആ സത്യദൈവം മണ്ണ് തൊട്ട് മാനം മുട്ടി നിൽക്കുന്ന ഒരു പർവ്വതമല്ല, ആ സത്യദൈവം സൂര്യചന്ദ്ര ഗോളാദി ഗോളമല്ല. ആ സത്യദൈവമത്രേ ബൈബിൾ ഉയർത്തി കാണിക്കുന്ന വിമോചകനാകുന്ന യേശുക്രിസ്തു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രശ്ന പരിഹാരം നേടുക.
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, സമാധാനം പ്രാപിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപമോചനം പ്രാപിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യരക്ഷയും നിത്യജീവനും പ്രാപിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശു ക്രിസ്തുവിൽ തിരിച്ചറിയുക. അവിടുന്ന് ലോകത്തിൽ വന്നത് ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്താൻ, രണ്ട് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനുമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതെങ്കിൽ, അടുത്ത ഭാഗം എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? അതാ ഭയങ്കരം. ഉന്നതനായവൻ, അത്യുന്നതനായവൻ, മഹത്വവാനായവൻ, സർവശക്തനായവൻ, ഇല്ലേ? അവന്റെ വ്യക്തിത്വത്തിന്റെ ഗാംഭീര്യ ഭാവത്തെ വിശദീകരിക്കാൻ ഈ പുൾപിറ്റിൽ എനിക്ക് വാക്ക് കിട്ടുന്നില്ല. എന്റെ നാവിന് നീളം പോരാ, എന്റെ ബുദ്ധി ഏറെയേറെ പരിമിതമാണ്. വിശദീകരണങ്ങൾക്കപ്പുറം ഉന്നതനാണ് ഇന്ന് രാത്രി യേശു ക്രിസ്തു. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധ്യൻ ലോകത്തിൽ ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത അതുല്യനായ ഒരു വ്യക്തി പ്രഭാവം ഉണ്ടെങ്കിൽ എന്റെ യേശു ക്രിസ്തു മാത്രമാണ്. എന്റെ ഒരൊറ്റയാൻ അഭിപ്രായം, മന്നയ്ക്ക് പോലും അവനെ സദൃശപ്പെടുത്താൻ പറ്റത്തില്ല. മന്ന 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്രമിച്ചുപോയി. 3 ദിവസം കല്ലറയ്ക്കകത്ത് കടന്നിട്ടും എന്റെ പരിശുദ്ധൻ ദ്രവത്വം കാണാൻ അനുവദിച്ചില്ലെങ്കിൽ ആർക്കും തുല്യം ചൊല്ലാൻ കഴിയാത്ത അതുല്യനും ശ്രേഷ്ഠനുമായ ഒരുവനുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാ. ആ ഉന്നതനായവൻ, ആ സർവശക്തനായവൻ ദൈവത്തെ വെളിപ്പെടുത്താനും ഭാവിയെ രക്ഷിപ്പാനും ഈ ലോകത്തിൽ എങ്ങനെയാണ് ജനിച്ചത്, എങ്ങനെയാണ് വന്നത്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനമാണ് അതിന്റെ ഉത്തരം. എനിക്ക് ആ വാക്യം ഹൃദയസ്ഥമാണെങ്കിലും എടുത്തി ആരെങ്കിലും ഉണ്ടെന്ന് വായിച്ചു. നിങ്ങൾക്കൊരു സന്തോഷമാകട്ടെ. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വചനമാണ്. സമയം പോകുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാ. ഒന്നും നിർത്തണേ. പൗലോസ് യേശുക്രിസ്തു എങ്ങനെ ഈ ലോകത്തിൽ ജനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം, ഇതിൽ പരം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ആ ചോദ്യത്തിന് എന്റെ അന്വേഷണത്തിൽ ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണെങ്കിൽ ഒന്നും വിഷമൊന്നുമില്ല. അവിടുന്ന് എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നു എന്ന ചോദ്യത്തിന് പൗലോസ് പറയുകയാണ്, അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ. യേശുക്രിസ്തുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ച് ഈ വാക്യത്തിൽ പൗലോസ് പറയുക, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ഉറങ്ങുന്നവര് ഉണർന്നെ ഒന്ന് കേൾക്കണേ. ദൈവത്തെ വെളിപ്പെടുത്താനും ഭാവിയെ രക്ഷിപ്പാനും യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവൻ എങ്ങനായിരുന്നു? ദൈവരൂപത്തിലിരിക്കെ. സന്തോഷമില്ലേ അത് കേട്ടിട്ട്? ക്രിസ്തുവിന്റെ പൂർവാസികത്തെ കുറിച്ച് പറയുക, കൂണാണെന്നല്ല, കുമളയാണെന്നല്ല, മേഘമാണെന്നല്ല, ജീവനില്ലാത്ത വെള്ളമാണെന്നല്ല, പുല്ലോ പൂവോ പൂമ്പൊടിയോണെന്നല്ല. അവിടുന്ന് ഈ ലോകത്തിൽ വരും മുമ്പ് ദൈവരൂപത്തിലിരിക്കെ. കരമടിച്ചവടി ഒന്ന് ആരാധിക്കാമോ? ശരിയായിട്ടുള്ള പരിഭാഷ ദൈവമായിരിക്കെ. ഒരാ ശക്തിയോടെ 2 കരങ്ങളും അടിച്ച് രോഗം മാറും എന്ന് കേൾക്കുമ്പോഴല്ല, കടം മാറും എന്ന് കേൾക്കുമ്പോഴല്ല, ശക്തി വരുമെന്ന് കേൾക്കുമ്പോഴല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് കൈയടിച്ചവടി ഒന്ന് ആരാധിച്ച്. എവിടെയും എപ്പോഴും എന്നും ആരാധനയ്ക്ക് യോഗ്യനാണ് യേശുക്രിസ്തു. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. ക്രിസ്തുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ച് പൗലോസ് പറയുക, ഉറക്കെന്ന് പറയുക, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞ ദൈവമായിരിക്കെ. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പ്രവാചകൻ മാത്രമല്ലെന്ന്, മധ്യസ്ഥൻ മാത്രമല്ലെന്ന്, മനുഷ്യൻ മാത്രമല്ലെന്ന്, കേവലം ഒരു കെട്ടുകഥ മാത്രമല്ലെന്ന്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു നിത്യ വെളിച്ചമാണ്, സത്യദൈവമാണ്. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ, ദൈവമായിരിക്കെ. അപ്പൊ പൗലോസ് ഇത് പറയണമെങ്കിൽ ദൈവരൂപത്തിൽ കർത്താവിനെ കണ്ടിട്ടുണ്ടല്ലേ? അല്ലേ? ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് പുള്ളി കോപ്പി അടിച്ചതല്ല, ആരെങ്കിലും എഴുതി വെച്ചത് വായിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ട് പറഞ്ഞതല്ല. ദൈവരൂപത്തിൽ ഇരിക്കുകയെന്ന് പൗലോസ് പറയണമെങ്കിൽ ദൈവരൂപത്തിൽ പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആരാ ദൈവം? എന്താ ദൈവരൂപം? ദൈവത്തെ കുറിച്ച് ഒറ്റ കാര്യം മാത്രം പറയാം, താൻ മാത്രം
ബാക്കി ഉറക്കിയെന്ന് പറഞ്ഞേ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ആരോ? ദൈവം. ആരാണ് ഈശ്വരൻ? ആരാണ് ആരാധ്യൻ? താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പൗലോസ് പറയാ ദൈവരൂപത്തിൽ ഇരിക്കെ. എവിടെ വെച്ചാൽ ദൈവരൂപത്തിൽ കർത്താവിനെ കണ്ടത്? ഒറ്റ വാക്ക് പറയാം. അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്, വായിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. ദമസ്കസിന്റെ പടിക്കൽ വെച്ചൊരിക്കൽ പൗലോസ് കർത്താവിനെ കണ്ടു ആദ്യമായി. അതിന്റെ ചരിത്രം, യെരൂശലേമിൽ പാർക്കുന്ന ക്രിസ്തുമാർഗക്കാർക്കെതിരെ ഒരു വലിയ പീഡയുണ്ടായി. ഇന്നത്തെ പീഡയൊന്നുമല്ല, അന്നത്തെ പീഡ കേട്ടോ. ആ പീഡയ്ക്ക് നേതൃത്വം കൊടുത്തത് ശൗല, പൗലോസ. അംഗബലം, സംഘബലം, കായിക സാമ്പത്തിക ബലമില്ലാത്ത പാവപ്പെട്ട ദൈവമക്കൾക്കെതിരെ യെരൂശലേമിൽ പീഡയുടെ കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ പീഡയുടെ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എവിടെയുള്ള ദൈവമക്കൾ ചിതറിയവരിൽ ഒരു ഗ്രൂപ്പ് എവിടേക്ക് പോയി? ദമസ്കസിലേക്ക് പോയി. അപ്പൊ പീഡയ്ക്ക് നേതൃത്വം നൽകിയ പീഡകനായ ശൗലിന് അറിവ് കിട്ടി, യെരൂശലേമിലെ പീഡയിൽ ചിതറിയവരിൽ നല്ലൊരു സംഘം എവിടെയുണ്ട്? ദമസ്കസിലുണ്ട്. ഉടനെ അയാള് യെരൂശലേമിൽ നിന്നും ദമസ്കസിലേക്ക് വരികയാ. എങ്ങനെ? യെരൂശലേമിലെ പള്ളിയുടെ പുരോഹിതന്മാർക്ക് അധികാരപത്രം മേടിച്ച്, അധികാരപത്രം ചുരുട്ടി വലങ്കയിൽ പിടിച്ച് കുതിരപ്പുറത്തിരുന്ന് 6 ദിവസം യാത്ര ചെയ്ത് ദമസ്കസിലേക്ക് വരികയാ. എന്തിനാ? യെരൂശലേമിലെ പീഡയിൽ ചിതറി ദമസ്കസിൽ പാർക്കുന്ന ദൈവമക്കളെ അവിടെ നിന്ന് ഇളക്കി തകർത്ത് കളയാം. സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചോ. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാ. ഒരു പ്രവചന ദൂതയുടെ വചനത്തിനകത്ത് ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകി തരികയാ. നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ, നിന്റെ ശുശ്രൂഷയെ ഒരിടത്തും ഉറപ്പിക്കത്തില്ല. എവിടെ ഉറയ്ക്കാൻ ശ്രമിച്ചാലും അവിടെ നിന്നെല്ലാം ഇളക്കി വിടുമെന്ന് അണിയറയിൽ ശത്രു വാദിക്കുമെങ്കിൽ ദൈവം നമ്മെ ഇളക്കുന്നവനല്ല, ദൈവം നമ്മെ ഉറപ്പിക്കുന്നവനാണ്. യെരൂശലേമിൽ നിന്ന് ദമസ്കസിലേക്ക് വരിക. ദമസ്കസിലേക്ക് വരുമ്പോൾ അധികാരപത്രത്തിലൊന്ന് നോക്കിയിട്ട് അയാൾ പറയും, ഈ അധികാരപത്രം കൊണ്ട് യെരൂശലേമിലും ദമസ്കസിലുള്ള ക്രിസ്തുമാർഗക്കാരെ കൊല്ലും, ഇളക്കും, ഇല്ലാതാക്കും. മക്കളെ അഡ്രസ് മാറിയാടൂ താൻ കളിക്കുന്നേ. തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അധികാരപത്രം കൊണ്ട് യെരൂശലേമിലുള്ള ദൈവമക്കളെ ഇളക്കാൻ പോയിട്ട് തൊടാൻ പറ്റത്തില്ല, ഉടമസ്ഥൻ അറിയാതെ. കാരണം എന്നാ? ഒരു വേദാധാരം, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ലോകത്തിൽ ഒരു പാതാള ഗോപുര ശക്തിക്കും ജയിക്കാൻ കഴിയാതെ പണി കഴിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സഭയാ. ആ സഭയ്ക്കകത്തായവർ ദൈവത്തെ സ്തുതിക്കുക. നിന്നെ ഇളക്കാൻ കരുത്തുള്ള ഒരു ശക്തിയും ഇവിടെ ഇല്ല. അദ്ദേഹം ഭാഗ്യ ദമസ്കസിന്റെ പടിക്ക് വന്നു. ദമസ്കസിന്റെ പടിക്ക് വന്നപ്പോ എന്താ സംഭവിച്ചത്? നട്ടുച്ച നേരം കോടി സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം ശൗലന്റെ മുഖത്തോട്ടടിച്ചു. ആ പ്രകാശം തലയ്ക്ക് ചുറ്റും മിന്നി. അമ്പ! ആ പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. ദമസ്കസിന്റെ പടിക്കൽ മഴവില്ല് പോലെ വളഞ്ഞു കിടക്കുക. മുഖത്ത് നട്ടുച്ച നേരെ തടിച്ച കോടി സൂര്യ പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് മഴവില്ല് പോലെ ദമസ്കസിന്റെ പടിക്കൽ വളഞ്ഞു കിടക്കുമ്പോൾ ഉദിച്ച പ്രകാശത്തിന്റെ മറവിൽ നിന്നും ഒരു വിളിയുണ്ട, ശൗലേ, ശൗലേ. വിളിയുടെ പുറകെ ഒരു ചോദ്യം, നീ എന്നെ. ഞാനങ്ങ് തുള്ളി ചാടിപ്പോയ കാര്യമാ, ഞാൻ ധൈര്യപ്പെട്ട വിഷയമാണ്. നീ എന്നെ, ആ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് എന്താണെന്നല്ല ചോദിച്ചാൽ, സാമ്പത്തിക ബലമില്ലാത്ത, കായിക ബലമില്ലാത്ത, സംഘബലമില്ലാത്ത, അംഗബലമില്ലാത്ത സാധുക്കളെ തല്ലാൻ പോകുന്ന എന്താണെന്നല്ല ചോദിച്ചേ. എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ഇതാണ് ദൈവമക്കളും കർത്താവും തമ്മിലുള്ള ബന്ധം. നമ്മൾ അനാഥരല്ല, കാരണം മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മൾ അശരണരല്ല, നമ്മൾ ഉടമസ്ഥരില്ലാത്ത ആളുകളല്ല. നമുക്ക് ഒരു ഉത്തരവാദിയുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു മാനരുണ്ട്. ഞാനും നിങ്ങളും പിശാചിന്റെ മടിയിലെ ഭാവയല്ല, അവന്റെ കളിക്കളത്തിലെ പന്തല്ല തട്ടിക്കളയ്ക്ക. എന്റെ ദാസന്മാരെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാണെന്ന് അരുളി ചെയ്ത ഒരുവൻ നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ട്. രാത്രി പ്രതിസന്ധികളെ നോക്കി വീർപ്പുമുട്ടുന്ന നിന്നോട് വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുന്നത് നീ ഒറ്റയ്ക്കല്ല, ഒരു ഉടമസ്ഥൻ നിനക്കുണ്ട്. അവൻ നിന്നെ
സമീപം ഉണ്ടെങ്കിൽ പകലിന്റെ അസ്ത്രത്തെയോ ഇരുട്ടിന്റെ മഹാമാരിയെയോ ഉച്ചയുടെ സംഹാരത്തെയോ നിനക്ക് ഭയപ്പെടാനില്ല. നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലതുവശത്ത് 10,000 വീണാലും നിന്നോട് അടുത്ത് വരികയില്ല. എന്തോ ചോദ്യമാ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഉടനെ പുള്ളി ചാടി എഴുന്നേറ്റപ്പോ എന്റെ പൊന്നു ദൈവമക്കളെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി. അത്ര പ്രകാശമല്ലേ മുഖത്തോട്ട് അടിച്ചത്. അപ്പൊ ആകെ മനസ്സിലായി കണ്ണ് പോയി, കണ്ണ് കാണത്തില്ല. പക്ഷെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയതല്ല പുള്ളിക്ക് വിഷയം, കണ്ണിന്റെ കാഴ്ച പോയതല്ല പുള്ളിക്ക് വിഷയം. മുഴങ്ങിയ വിളിയാ പുള്ളിക്ക് വിഷയം, മുഴങ്ങിയ ശബ്ദമാ പുള്ളിക്ക് വിഷയം. ഇന്ന് രാത്രി ജഡത്തിന്റെ ക്ലേശം, സാഹചര്യങ്ങളുടെ പരിമിതികൾ കണക്കാക്കാതെ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് ചെവി കൊടുത്താൽ നിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ ഇവിടെ മുഴങ്ങുന്ന വചനത്തിന് ശക്തിയുണ്ട്. ശൗലേ, അടുത്ത ചോദ്യം, നീ എന്നെ? അവരെ പുള്ളി ചാടി എഴുന്നേറ്റ് ചോദിക്കാം, നീ ആരാകുന്നു? ആ കർത്താവേ. അപ്പൊ ആ ശബ്ദം തിരിച്ചു പറഞ്ഞ, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശു അത്ര. അപ്പൊ യേശുവിനെ കണ്ടു. എവിടെ വെച്ചാ? എങ്ങനെയാ കണ്ടത്? കോടി സൂര്യ പ്രഭയെ വെല്ലുന്ന പ്രകാശമായി. ദൈവം ആരാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ശക്തനല്ലേ? അതാ പൗലോസ് പറഞ്ഞത്, ഭാവിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശു താണലോകത്തിൽ വരുന്നതിന് മുമ്പ് അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. ഭാവിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ ഈ ലോകത്തിൽ എങ്ങനെയാ ജനിച്ചത്? 1, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. 2, ദാസരൂപമെടുത്ത്. 3, മനുഷ്യ സാദൃശ്യത്തിലായി. 4, തന്നെത്താൻ ഒഴിച്ച്. 5, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 6, തന്നെത്താൻ താഴ്ത്തി. അപ്പൊ എങ്ങനെയായി ലോകത്തിൽ ജനിച്ചത്? ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ബോർഡ് പോലെ ആക്കി ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ദൈവത്തെ വെളിപ്പെടുത്താൻ ഈ താണലോകത്തിൽ യേശു വന്നത് എങ്ങനാ? അല്ല, പാപിയെ രക്ഷിപ്പാൻ ഈ താണലോകത്തിൽ കർത്താവ് വന്നത് എങ്ങനാ? തന്നെത്താൻ ഒഴിച്ച്. ഉറക്കെന്ന് പറഞ്ഞ എങ്ങനെയാ വന്നത്? മറ്റൊന്ന്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അത് ഓരോ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കാം. തന്നെത്താൻ ഒഴിച്ച്. എന്താ ഈ തന്നെത്താൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ? തന്നെത്താൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ താൻ അല്ലാതാകുക എന്നാണ്, അല്ലേ? അതാ പറഞ്ഞത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാം. മറ്റേ ഒരു മലയാളം, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിയെന്ന. എന്ന മനോഹരമായ വാക്ക, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റി. ഗ്രീക്കിലൊരു പദമുണ്ട്, എനിക്ക് 2 or 3 ഗ്രീക്ക് പദമേ അറിയത്തുള്ളൂ, ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല. അത്യാവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ അതൊരു അണ്വായുധം പോലെ ഞാൻ എടുത്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഗ്രീക്കിലൊന്നും എന്നോട് പേര് ചോദിച്ചേക്കുന്നത് കഴിയുമ്പോൾ. ഗ്രീക്കിലൊരു പദമുണ്ട്, കീനോസ്. ഒന്ന് പറഞ്ഞേ, കീനോസ്. കീനോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞവനായി, ശൂന്യനായി. ദൈവത്തെ വെളിപ്പെടുത്താൻ, ഭാവിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് എങ്ങനെയാ? കീനോസായി, ഒഴിഞ്ഞവനായി, ശൂന്യനായി, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചവനായി. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ? അത്ര ഉന്നതനായവൻ, എത്ര സർവശക്തനായവൻ ഈ ലോകത്തിൽ വന്നത് കീനോസായി. അതിന്റെ അടുത്തൊരു ഭാഗമുണ്ട്, വേഷത്തിൽ ആരായി? മനുഷ്യനായി. മഹാദൈവമായവൻ വേഷത്തിൽ. ഇവിടെ പല മനുഷ്യരും ദൈവങ്ങളാകാൻ ശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ ഏറെക്കുറെ വിജയിച്ച മട്ടിൽ അവർ പോകുമ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് സാക്ഷാൽ മഹാദൈവം മനുഷ്യനായി മാറിയ അത്ഭുതമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. വേഷത്തിൽ അവൻ മനുഷ്യനായി. പ്രിയരേ, ഞാൻ ബൈബിൾ അടയ്ക്കട്ടെ. ഈ പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്. ആമേൻ. കുത്തബ് മീനാറോ, താജ്മഹാളോ, നയാഗ്ര വെള്ളച്ചാട്ടമോ, ഇവിടെ ഉദിച്ചുയർന്ന 21 നാഗരികതകളോ ഒന്നുമല്ല. ഉലക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവിന്റെ ജനനമാണ്. മാരാമണ്ണ് പ്രസംഗിച്ച ശാസ്ത്രജ്ഞനോട് പ്രസംഗം കഴിഞ്ഞിട്ട് പത്രക്കാർ ചോദിച്ചു, ചന്ദ്രനിലൊക്കെ പോയോ? അയാൾ പറഞ്ഞു, പോയി. അയ്യോ, ഭയങ്കര കാര്യമാണല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തിയതോ കല്ലും മണ്ണും വാരി എടുത്തതോ ഒന്നും അല്ല അത്ഭുതം. അവിടെ ചെന്നപ്പോൾ ഒരു അത്ഭുതം എനിക്ക് മനസ്സിലായി. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ ആ കാണുന്ന ചന്ദ്രനെയും
ആ ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും, ഭൂമിയേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും, സൂര്യനേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രജാലങ്ങളെയും എന്ന് വേണ്ട ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉളവാക്കിയ സൃഷ്ടാവും പരമകാരുണികനും സർവശക്തനുമായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് സ്നേഹിതരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് നിമിത്തമേ യേശുവിനെ ഒരു മനുഷ്യനായി കാണരുത്, യേശുവിനെ ഒരു പ്രവാചകനായി മാത്രം കാണരുത്, യേശുവിനെ ഒരു മധ്യസ്ഥനായി മാത്രം കാണരുത്, യേശുവിനെ ഒരു കെട്ടുകഥയായി മാത്രം ചിത്രീകരിക്കരുത്. പാപത്തിൽ ആണ്ടുപോയ പാപിയായ നിന്റെ പാപത്തിന് മോചനം തരാൻ നിനക്ക് വേണ്ടി നിന്നെ പോലെ അകത്തം പടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന രക്ഷകനാണ് യേശുക്രിസ്തു. അവൻ വന്നത് നിനക്ക് വേണ്ടിയാണെങ്കിൽ അവൻ കാൽവറിയിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാ. സ്നേഹിത, നിന്റെ പാപത്തിനും ശാപത്തിനും മോചനം ലഭിക്കാൻ ഒരേ ഒരു വഴി അത് യേശുക്രിസ്തു മാത്രമാണ്. ആരും നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല, ആരും നിന്റെ പാപത്തിന് വേണ്ടി യാഗമായിട്ടില്ല. നിനക്ക് വേണ്ടി ഒരുവൻ യാഗമായെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അവനിലാണ് നിന്റെ ആശ്വാസത്തിന്റെ സമ്പൂർണത, അവനിലാണ് നിന്റെ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ, അവനിലാണ് നിന്റെ പ്രസവത്തിന്റെ പരിഹാരം, അവനിലാണ് നിന്റെ പാപത്തിന്റെ വിമോചനം. ആരുണ്ട് ഇന്ന് രാത്രി യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കാൻ? സേവിച്ചതെല്ലാം നിന്നെ കൈവിട്ടോ, ഭജിച്ചതെല്ലാം നിന്നെ കൈവിട്ടോ, നമിച്ചതെല്ലാം നിന്നെ കൈവിട്ടോ, നീ പിഞ്ചെന്നതെല്ലാം നിന്നെ കൈവിട്ടോ, മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞു പോയോ, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടോ, തറയിൽ തട്ടിച്ചിതറിയൊരു പളുങ്ക് പാത്രം പോലെ ഉടഞ്ഞിരിക്കുകയാണോ നിന്റെ ജീവിതം? ഇതോ തകർന്നുപോയ നിന്റെ ജീവിതത്തിന് ഒരു പുത്തൻ പ്രതീക്ഷ തരുവാൻ, നീ അനുഭവിക്കുന്ന സകല തകർച്ചകളെ മാറ്റാൻ കരുത്തുള്ള ഒരുവനുണ്ട്, അത് യേശുക്രിസ്തുവാണ്. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു നിന്നെ വിളിക്കുകയാണ്. നിന്റെ ഹൃദയവാതിൽ ഇന്ന് രാത്രി അവന് വേണ്ടി തുറക്കാം. ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ചാരേ. ആരുണ്ട നല്ല കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറക്കാം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാ. വേഷത്തിൽ അവിടുന്ന് മനുഷ്യനായി വന്നു ഈ ലോകത്തിൽ. ഇത്ര അത്ഭുതമാണ്. വേഷത്തിൽ ആരായി? എന്തുകൊണ്ടാണ് മഹാദൈവമായ ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത്? ആ ചോദ്യത്തിന്റെ ഉത്തരം, യേശു വേഷത്തിൽ മനുഷ്യനായത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, മരിക്കാൻ. എന്തിനാണ്? മരിക്കാൻ. എന്നാ മരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടി. ബൈബിളിന്റെ സിപ്പൊന്നും ഇവിടെ കേട്ടോ, ഇന്നലെ നാളെ പോക്കാം. എത്രയൊക്കെ ബൈബിളിന്റെ സിപ്പിട്ടാലും എത്ര എതിരെയൊക്കെ പോയാലും ഇന്നലെ നാളെ പോകും. അവിടെ പേടിക്കൊന്നും വേണ്ട. കർത്താവ് ഈ ലോകത്തിൽ വന്നത് എന്തിനാണ്? മരിക്കാൻ. നമ്മളെല്ലാം വന്നതോ ജീവിക്കാൻ. അയ്യോ, വാക്സിൻ 4 എണ്ണമല്ലേ, 3 എണ്ണമല്ലേ എടുത്ത്, ഇനിയും 10 എണ്ണം ഉണ്ട്. അതുകൊണ്ട് എടുക്കാൻ 5 വീതിച്ചായിരിക്കുന്നത്. എല്ലാവരും ഈ ലോകത്തിൽ ജനിച്ചത് ജീവിക്കാൻ, പക്ഷെ മരിക്കാൻ ജനിച്ചവൻ ആരാ? യേശു. അപ്പൊ അവന് വേഷത്തെ മനുഷ്യനായത് എന്തിനാ? മരിക്കാനാ. ദയവായിട്ട് ഇങ്ങോട്ട് വന്നാൽ മരിക്കാൻ പറ്റുമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിലുള്ള ശബ്ദത്തോടുകൂടെ, മാറത്ത് പൊൻകച്ച കെട്ടി ഉലയിൽ ചുട്ടുപിടിപ്പിച്ച് വെള്ളോട്ടിന്റെ സദൃശ്യമുള്ള കാലുള്ളവനായി ഇങ്ങോട്ട് വന്നാൽ മരിക്കാൻ പറ്റുമോ? പിലാത്തോസേ, താങ്കളൊന്നും വിസ്തരിക്കാൻ യേശുവിന്റെ മുമ്പിൽ നീക്കത്തിൽ ആവിയായി പോകും. അവേ ദയയില്ലാതെ പുറം അടിച്ചു കീറിയ പടയാളി പരീക്ഷകളെ നിങ്ങളവനെ അടിക്കാൻ ചാട്ടവാറും ഒക്കത്തില്ല. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത് മരിക്കാനാ. പറഞ്ഞാട്ടെ, ഒരാൾ പാടിയത് വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ. കൈയൊന്നടിക്കാമോ? മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാപികൾക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാപികൾക്കായി നീതി
പുത്രത്വത്തിലിരുന്നാലും പുത്രത്വത്തിലിരുന്നാലും ദാസത്വത്തിലിരുന്നാലും മനുഷ്യത്വത്തിലിരുന്നാലും ദൈവത്വത്തിലിരുന്നാലും ചോരയിൽ മുഖ്യ മാംസ കഷണം പോലെ മരക്കുരിശിൽ തകർന്നു കിടന്നാലും എങ്ങനെ ഇരുന്നാലും അവനെ പോലെ യോഗ്യൻ, അവനെ പോലെ ശ്രേഷ്ഠൻ, അവനെ പോലെ ഉന്നതൻ, അവനെ പോലെ അത്യുന്നതൻ, അവനെ പോലെ ആരാധ്യൻ, അവനെ പോലെ ഉയർന്നവൻ വേറെ ആരുമില്ല. ഇവനെത്ര മഹാൻ, ഇവനെത്ര മഹാൻ, ഇവനെത്ര മഹാൻ. ആരുണ്ട് അവന് തുല്യം ചൊല്ലാൻ? ആരുണ്ട് അവനെ പോലെ? വേഷത്തിൽ മനുഷ്യനായി മാറി മരിക്കാൻ ഒരു വിരോധാഭാസമുണ്ട്. അതിനോട് ഉത്തരം പറഞ്ഞ് നിർത്താം. അവൾ ആരാധിക്കാൻ പോവുക. വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നുണ്ടോ? ചില ആളുകൾ ചോദിക്കുന്നത് പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? അതെ. നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ദൈവമാണോ? ദൈവം തന്നെ. ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. അപ്പൊ എങ്ങനെ ദൈവമാകുന്നത്? അതിന്റെ ഉത്തരം ആ വേഷത്തിൽ ആരായി? മനുഷ്യൻ. ഇനി വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നില്ല. മരണം എന്താ? പാപത്തിന്റെ കൂലിയല്ലേ മരണം. അപ്പൊ ക്രിസ്തു മരിച്ചത് പാപം ചെയ്തുകൊണ്ടോ പാപി ആയതുകൊണ്ടാണോ? അല്ല. ക്രിസ്തു പാപിയല്ല, ക്രിസ്തു പാപമുള്ളവനല്ല. ക്രിസ്തു പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കാരണം എന്നാ? അവനെ വിസ്തരിച്ച ഒറ്റ മതകോടതികൾക്കും ഒരു തെറ്റും അവനെ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം ഉണ്ടായില്ല. അവിടുന്ന് പരിശുദ്ധനാ. അപ്പൊ മരിച്ചത് പാപം ചെയ്തുകൊണ്ടൊന്നും അല്ല. ഗതസമനയിൽ ക്രൂശീകരണത്തിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയെ ഡോക്ടർ ലൂക്കോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വിയർപ്പിന് പകരം ചോരത്തുള്ളി പോലെ വന്നു. ഗതസമനയിലെ പ്രാർത്ഥനയിൽ എന്തിന് പ്രാണവേദനയിലായി, എന്തിന് വിയർപ്പിന് പകരം ചോര പുറത്തേക്ക് വന്നു? ഉത്തരം, യെശയ്യാവ് അവനെ കുറിച്ച് പ്രവചിച്ചൊരു പ്രവചനം ഗതസമനയിൽ നിവർത്തിയായി. എന്താണ് ആ പ്രവചനം? യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ പാപം നിത്യമരണമാകുന്ന നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാതിരിക്കേണ്ടതിന് സകല മനുഷ്യന്റെയും പാപം ഗതസമനയിൽ അവൻ ഏറ്റെടുത്തു. കൈവരുത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സകല മനുഷ്യന്റെയും ശാപം ഗതസമനയിൽ അവൻ ഏറ്റെടുത്തു. നിന്റെ ശാപത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി എങ്ങും പോകണ്ട, ശരീരം മുറിക്കണ്ട, കർമ്മങ്ങളൊന്നും ചെയ്യണ്ട. നിന്റെ പാപം നീ ജനിക്കും മുമ്പ് ഒരുവൻ ഏറ്റെടുത്തു. അവനാണ് യേശുക്രിസ്തു. ഒറ്റ വഴിയേ ഉള്ളൂ. ഹൃദയവാതിലവനായി തുറക്കുക, അവനെ രക്ഷകനായി പ്രതിഷ്ഠിക്കുക ഹൃദയത്തിൽ. പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ പാപം നിത്യമരണമാകുന്ന നരകത്തിലേക്ക് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ അകപ്പെടുത്തി കളയാതിരിക്കേണ്ടതിന് സകല മനുഷ്യന്റെയും പാപം ഗതസമനയിൽ ഏറ്റെടുത്തു. പാപം മുഴുവൻ ഏറ്റെടുത്തവൻ മതകോടതി അഞ്ചെണ്ണം വിസ്തരിച്ചു. പീലാത്തോസിന്റെ വിധിപ്രകാരം ഗവതയുടെ കൽത്തളത്തിൽ അടിച്ചു. ആ അടിയിൽ അവന്റെ മേൽ അപാദച്ചൂടെ ഉണ്ടായ മുറിവുകൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിഭാഗം രേഖപ്പെടുത്തുന്നത് 5480 മുറിവ്. പുറത്ത് മാത്രം 180 പരം ആഴമുള്ള മുറിവ്. 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ടു. 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്ത് കാഴ്ന്നിറങ്ങി. 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് കൊടുത്തു. 350 പട്ടാളക്കാരും 50 കുതിര സേവകരും അവനെ അടിച്ചു. ആ അടിയേറ്റ് വണ്ടിക്കാള വണ്ടി വലിക്കുന്ന പോലെ പാലസ്തീന്റെ മണ്ണിടിഞ്ഞ വഴിത്താരകളിലൂടെ തലയോല പോലും തണലില്ലാതെ ക്രൂശും വഹിച്ചു വേച്ചും തുറച്ചും അവൻ ആടിയും ഉടഞ്ഞും നേടുകയിൽ 2 ദുഷ്പ്രവർത്തിക്കാർക്ക് നടുവിൽ 150 കിലോ തൂക്കമുള്ള മരക്കുരിശിൽ 3 ആണിമേൽ 6.5 ലിറ്റർ രക്തം അവസാനത്തുള്ളി രക്തം ഒഴുക്കി അവൻ മരിച്ചു. ദാവീദിന്റെ സന്തതിയായി ദൈവത്തെ വെളിപ്പെടുത്താൻ, പാപത്തെ രക്ഷിപ്പാൻ ഈ താണലോകത്തിൽ വന്നവൻ മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ചു. യേശുവിന്റെ മരണം കൊലപാതകമല്ല, അപകട മരണമല്ല, ആത്മഹത്യ മരണമല്ല, സ്വാഭാവിക മരണമല്ല. നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു പരമയാഗമായിരുന്നു, പാപയാഗമായിരുന്നു. ആ യാഗം നിവർത്തിയാകുന്ന സ്നേഹിത, അവന്റെ മരണത്തിൽ നീ വിശ്വസിക്കുമ്പോൾ, അവനായി ഹൃദയം തുറക്കുമ്പോൾ അവന്റെ പാപയാഗം നിന്നിൽ നിവർത്തിയാകുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, സകല മനുഷ്യത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചവൻ, മരിച്ചുവെങ്കിലും കല്ലറയിൽ അടക്കി എങ്കിലും
പൊളിക്കണോ ഈ മന്ദിരം 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. കൈകൾ ഉയർത്തി അവനെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പ്രകൃതി ശക്തിക്കോ മനുഷ്യന്റെ കരത്തിനോ രാജാക്കന്മാരുടെ കരത്തിനോ പങ്കില്ല. പിതാവനെ ഉയർപ്പിച്ചു ബൈബിൾ, ആത്മാവനെ ഉയർപ്പിച്ചു ബൈബിൾ. അവൻ ഉയർത്തു ബൈബിൾ. മരിച്ച ശേഷം അടക്കപ്പെട്ടുവെങ്കിലും 3-ാം നാൾ മരണത്തെ ജയിച്ചവൻ ഉയർത്തു. അവന്റെ ഉയർപ്പിൽ തൃത്വം ഒന്നിച്ച് സമ്മേളിച്ചു. ഉയർത്ത ശേഷം ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷരായി ഇവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്യുന്നതിന് മുമ്പ്, ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അനുഗമിക്കുന്ന വാത്സല്യനിധികളായ ജനകോടികളോട് പറഞ്ഞ ഒരു വാഗ്ദാനം: മക്കളെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല. നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സ്ഥലം ഞാൻ ഒരുക്കാൻ പോകുകയാ. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കാൻ വീണ്ടും വരും. ഇത് പറഞ്ഞിട്ട് നേരെ സ്വർഗത്തിലോട്ടല്ല പോയത്. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥലമൊരുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് നേരെ സ്വർഗത്തിലോട്ടല്ല പോയത്. നേരെ കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് പോയതെങ്കിൽ അവൻ സ്വർഗത്തിൽ ഒരുക്കുന്ന സ്ഥലത്ത് ചെല്ലണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരിക, ക്രൂശിതനായവനെ രക്ഷകനായി സ്വീകരിക്കുക. മരണശേഷം ആത്മാവിന് നിത്യത വേണമെങ്കിൽ യേശുക്രിസ്തുവിനായി ഹൃദയം കൊടുക്കുക. വേഗം വരുമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നില്ല. 2024 വന്നില്ല. പോസ്റ്റ് പറയാൻ അവൻ മനുഷ്യനല്ല. ഇവിടെ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയെങ്കിൽ കാത്തിരിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കാൻ വീണ്ടും വരും എന്ന വാഗ്ദാനം പൊള്ളയല്ല. അന്തിദൂര ഭാവികൾ സംഭവിക്കും. ആമേൻ. കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തി ദിശയിൽ, ദിവസങ്ങൾ അതിന്റെ കടേശ ദിനങ്ങളിൽ ഇനി സംഭവിക്കാനൊന്നേ ഉള്ളൂ: യേശുവിന്റെ വരവാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ സംഭവത്തിന് മുഴു ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അടുത്ത കോവിഡിന്റെ വ്യാപനമല്ല, അടുത്ത പ്രകൃതിയുടെ ദുരന്തമല്ല, അടുത്ത മഹായുദ്ധമല്ല സ്നേഹിത. ആ സംഭവം യേശുക്രിസ്തുവിന്റെ വരവാ. 2 കാര്യം നടക്കും: ഒന്നെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ യേശു വരും. ഇതിൽ രണ്ടിലേതാദ്യം നടക്കുമെന്ന് നിശ്ചയമില്ല. രണ്ടിലേതാദ്യം നടന്നാലും മുഴു ലോകത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. അത് നഷ്ടമാക്കരുത്. മനുഷ്യാദി മുഴു ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയ നിനക്ക് എന്താ പ്രയോജനം? മരണശേഷം ആത്മാവിന് നിത്യത വേണമെങ്കിൽ അതിന്റെ പാപനിമിത്തം ലോകത്തിൽ വന്ന് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനായി ഹൃദയത്തെ കൊടുക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരുന്ന യേശുക്രിസ്തുവാണ് സുവിശേഷം. അവനാണ് നിന്റെ പാപവിമോചകൻ. അവനാണ് നിന്റെ പ്രശ്നപരിഹാരകൻ. അവനിലൂടെ നിനക്ക് സമാധാനമുണ്ടോ? തകർന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവന്റെ കാൽവരിയിലെ ബലിമരണത്തിലൂടെ വിഭാവന ചെയ്ത നിത്യജീവൻ വിശ്വാസത്താൽ കരസ്ഥമാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം യേശുവിനായി തുറക്കുക. ഞാൻ പാപിയാണ്. പാപം ഞെക്കിയുടച്ച ജീവിതത്തിന്റെ ശിഷ്ടായുസ് വേറി നരകതുല്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചറിയുന്നു: യേശുവിന്റെ രക്ഷകൻ, യേശുവിന്റെ വിമോചകൻ, യേശുവിന്റെ ഉദ്ധാരകൻ, അവിടുന്ന് എന്റെ കർത്താവ്. പാപ ഉടച്ച ജീവിതത്തിന്റെ ശിഷ്ടായുസ് പരിഹാരകനായ ക്രിസ്തുവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹൃദയം ഒന്ന് തുറക്കാം. ഇന്ന് രാത്രി രോഗിയാണ്, തകർന്ന വ്യക്തിയാണ്, യേശുവിന്റെ സൗഖ്യദായകനാണ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു നിമിഷം നിങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കൈകൾ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിദാസൻ മുൻപോട്ട് വരും. ഗാനങ്ങൾ പാടും, ആരാധിച്ചു ബലത്തോടെ മടങ്ങാം. സന്ദേശത്തിന് ശേഷം തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഞാൻ വേഗം മടങ്ങുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. രോഗമുള്ളവർ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചാണ്. യേസ്, ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിന്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണക്കാരനായ അങ്ങയുടെ മുൻപാകെ ജനത്തിന് വേണ്ടി മുട്ടുകുത്തും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ഈ വചനം ദൈവശക്തിയായി, നിത്യജീവനായി, രോഗസൗഖ്യമായി, പാപമോചനമായി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ. കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ജീവിതങ്ങൾ രാത്രി വിടുവിക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുന്നു. ചേർന്ന്
പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.